നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. NH-85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവ്. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു നിർമ്മാണം നിർത്തിവെച്ചത്. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും MM മണി. വനം വകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം നഗരംപാറ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ DTPC കെട്ടിടം വർഷങ്ങളായി കാട് കയറി നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്ന പരാതിക്കൊപ്പം സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യം. മൈക്രോ പ്ലാസ്റ്റിക്കിനെതിരെ നൂതന സംയുക്തം വികസിപ്പിച്ച അടിമാലി സ്വദേശിനിക്ക് പേറ്റന്റ്. ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ LC സേവ്യറാണ് പ്ലാസ്റ്റിക് വിഘടനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഗവേഷണത്തിന് ഇന്ത്യൻ പേറ്റന്റ് നേടിയത്. വിശദമായ വാർത്തകളിലേക്ക്. NH-85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവിട്ടു. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർമ്മാണം നിർത്തിവെച്ചത്. ഈ നിർമ്മാണ നിരോധനത്തിനാണ് ഇപ്പോൾ സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. NH-85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കാൻ സർക്കാർ ഉത്തരവിട്ടത് ഹൈറേഞ്ച് വികസനത്തിന് ഊന്നലാകും. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർമ്മാണം നിർത്തിവെച്ചത്. ഇത് വനഭൂമിയാണെന്ന് മുൻ സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയതും നിർമ്മാണ നിരോധനത്തിന് കാരണമായി. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ വിഷയത്തിൽ അനുകൂല നടപടിയുണ്ടായതിൽ ജില്ല ആഹ്ലാദത്തിലാണ്. ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന സർക്കാർ വിധിക്ക് ഡീൻ കുര്യാക്കോസ് MPയുടെയും ദേശീയപാത സംരക്ഷണ സമിതിയുടെയും അതിജീവന പോരാട്ടവേദി പ്രവർത്തകരുടെയും സജീവ ഇടപെടൽ നിർണായകമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഇവർ പറയുന്നു. വനംവകുപ്പിന്റെ എതിർപ്പിനെ മറികടന്ന് 2024 മാർച്ചിലാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നവീകരണ ജോലികൾക്ക് MP ഇടപെട്ട് കേന്ദ്ര ദേശീയപാത വിഭാഗം 980 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരം വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളെ തുടർന്ന് ഒഴിവാക്കി ശേഷിക്കുന്ന ഭാഗത്തെ നവീകരണ ജോലികൾ ആരംഭിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളെയും പരിസ്ഥിതി പ്രവർത്തകന്റെ ഹർജിയെയും തുടർന്നാണ് നവീകരണ ജോലികൾ തടസ്സപ്പെട്ടത്. വനംവകുപ്പിന്റെ സഹകരണം തേടി ഡീൻ കുര്യാക്കോസ് MP പലതവണ വനംവകുപ്പ് NH ഉദ്യോഗസ്ഥരുടെ യോഗം ഇടുക്കി കളക്ടറേറ്റിലും തിരുവനന്തപുരത്തും വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. ഇതോടെ വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾക്കെതിരെ സംഘടനാ നേതാക്കൾ അടിമാലിയിൽ യോഗം ചേർന്ന് 2 വർഷം മുമ്പ് ദേശീയപാത സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പ്രക്ഷോഭം തുടങ്ങി. നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അനുകൂല ഉത്തരവ് നേടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ MLA MM മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും MM മണി പറഞ്ഞു. വനം വകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം നടത്തിയ നഗരംപാറ റേഞ്ച് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM മണി. റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റം, കർഷകർക്കെതിരായ കള്ളക്കേസുകൾ, രൂക്ഷമായ കാട്ടാനശല്യം എന്നിവയ്ക്കെതിരെയായിരുന്നു കർഷക സംഘം ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച്. ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത ഭാഷയിലാണ് MM മണി പ്രതികരിച്ചത്. കർഷകർ വീട് വെക്കുന്ന സ്ഥലത്ത് വനം വകുപ്പ് കയ്യേറാൻ വന്നാൽ കൈകാര്യം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി VD സതീശനെതിരെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇവിടെ കുടിയേറിയിട്ട് വർഷങ്ങൾ 1 നൂറ്റാണ്ടും അതിലധികമായി. ഇനിയിപ്പം വനപ്രദേശമൊക്കെ പണ്ട് വനമൊക്കെ സംരക്ഷിച്ചോ. ഉള്ള വനം സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. സംഘടിത വനമുള്ളിടത്തും മരമുള്ളിടത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യണം. കാലാവസ്ഥയുടെ എല്ലാം പ്രശ്നമുണ്ട്. പക്ഷേ 1 ഇഞ്ച് ഭൂമി പോലും കൃഷിക്കാർ കൃഷി ചെയ്യുന്നിടത്തും ജീവിക്കുന്നിടത്തും പൊടിവെച്ച് താമസിക്കുന്നിടത്തും പിടച്ചു കയറാൻ വന്നാൽ അവിടെ വെച്ച് ഞങ്ങൾ നിങ്ങളെ നേരിടേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. അന്നേരം നിയമം മണ്ണാകട്ടെ എന്നൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഞാനുണ്ടാവാൻ കാരണം എന്താ? VD സതീശനാണെന്ന്. VD സതീശൻ തിരുവനന്തപുരത്തിരിക്കും. അതെ, ഇങ്ങോട്ട് വരികയല്ല, അവിടെ ഇരുന്ന് ഭരിക്കും. പോലീസിനെ വിടും. ഞങ്ങളൊരു പുല്ല് പോലെ ഇതെല്ലാം കാണുന്നത്.
പോലീസിനെ പുല്ലുപോലെ കിടന്നയാളെ ഞങ്ങൾ പിന്നെ ഫോറസ്റ്റുകാരെ കഥകൾ വലിച്ചൊന്നുകൊടുക്കും, ഫോറസ്റ്റുകാരെ ഞങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ വിഷയങ്ങളെ സംബന്ധിച്ചില്ല. സ്വകാര്യ ഭൂമിയിലെ ജണ്ടകൾ പൊളിച്ചുമാറ്റുക, കാട്ടാനശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ വനംവകുപ്പ് അടിയന്തരമായി അംഗീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുവാനാണ് കർഷക സംഘത്തിന്റെ തീരുമാനം. കേരള കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം CV വർഗീസ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് NV ബേബി, ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, കർഷക ആക്ഷൻ കൗൺസിൽ കൺവീനർ ലിസി ജോസ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ DTPC കെട്ടിടം കാട് കയറി വർഷങ്ങളായി നശിക്കുകയാണ്. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്ന പരാതിക്കൊപ്പം സഞ്ചാരികൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും പ്രതിഷേധത്തിന് ഇടയാക്കും. മൂന്നാർ ടൗണിന്റെ ഹൃദയഭാഗത്തുള്ള DTPC കെട്ടിടം വർഷങ്ങളായി പരിപാലനമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഒരു കാലത്ത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന കെട്ടിടവും പരിസരവും ഇന്ന് കാട് കയറി നശിച്ചിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇവിടെ അനാവശ്യ കൂട്ടം ചേരലുകളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. മൂന്നാർ പോസ്റ്റ് ഓഫീസ് പകുതിയിൽ TTPC கட்டிடம் வந்து குறைய நாளுகளில் அடைஞ்சு கிடக்குது. இதனால பொதுமக்களும் வினோத சஞ்சாரிகளும் ரொம்ப புத்திமுட்டில் இருக்கிறாங்க. ஏன்னா நைட்டு ஒரு 8 மணிக்கு மேலே இங்கே மூணாரில் வந்து எந்த ஒரு பாத்ரூம் வந்து சௌகரியம் இல்லை. இப்போ அதனால் பாத்ரூம்காண்டி நிறைய டூரிஸ்டுகளும் ரொம்ப புத்திமுட்டில் இருக்கிறாங்க. அதனால் அது மட்டும் இல்லாமல் நைட்டானவொன்னே சமூக விரோதர்கள சல்லியம் வந்து ரொம்ப கூடுதலாக இருக்குது. இதை தொடர்ந்து பிரவர்த்திக்கணும்னு சொல்லி TTPCക്കും പഞ്ചായത്തുക്കും ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. പ്രതിദിനം നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന മൂന്നാറിൽ ആവശ്യത്തിന് പൊതു ശൗചാലയങ്ങൾ ഇല്ലാത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെയുള്ള സന്ദർശകർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. DTPC കെട്ടിടം നവീകരിച്ച് വിനോദസഞ്ചാരികൾക്ക് നാട്ടുകാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നും ഇതോടൊപ്പം ആധുനിക പൊതു ശൗചാലയങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും അടിയന്തരമായി ഒരുക്കണമെന്നും നാട്ടുകാരും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ആവശ്യപ്പെടുന്നു. സിറ്റി വിഷൻ മൂന്നാർ. മൈക്രോ പ്ലാസ്റ്റിക്കിനെതിരെ നൂതന സംയുക്തം വികസിപ്പിച്ച അടിമാലി സ്വദേശിനിക്ക് പേറ്റന്റ്. ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ LC സേവ്യറാണ് പ്ലാസ്റ്റിക് വിഘടനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഗവേഷണത്തിന് ഇന്ത്യൻ പേറ്റന്റ് നേടിയത്. സസ്തനികളുടെ രക്തത്തിലും വിവിധ അവയവങ്ങളിലും അടിഞ്ഞുകൂടിയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള നൂതന സംയുക്തം വികസിപ്പിച്ചെടുത്തതിനാണ് അംഗീകാരം ലഭിച്ചത്. മൈക്രോ പ്ലാസ്റ്റിക്കിനെതിരെ നൂതന സംയുക്തം വികസിപ്പിച്ച അടിമാലി സ്വദേശിനിക്ക് പേറ്റന്റ്. ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ LC സേവ്യറാണ് പ്ലാസ്റ്റിക് വിഘടനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഗവേഷണത്തിന് ഇന്ത്യൻ പേറ്റന്റ് നേടിയത്. സസ്തനികളുടെ രക്തത്തിലും വിവിധ അവയവങ്ങളിലും അടിഞ്ഞുകൂടിക്കിടക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുകളെ നശിപ്പിക്കുവാൻ ശേഷിയുള്ള നൂതന സംയുക്തം വികസിപ്പിച്ചെടുത്തതിനാണ് അംഗീകാരം ലഭിച്ചത്. ഈ ഗവേഷണത്തിന് പേറ്റന്റ് കോ ഓപ്പറേഷൻ ട്രീറ്റി പ്രകാരം അന്തർദേശീയ പേറ്റന്റ് സംരക്ഷണം ലഭിച്ചിട്ടുണ്ടെന്ന് LC സേവ്യർ പറഞ്ഞു. മനുഷ്യ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക് അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമുലേഷൻ, ഒരു കോമ്പോസിഷനാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതിന് ഇന്ത്യൻ പേറ്റന്റ് എനിക്ക് ഗ്രാൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഫോർമുലേഷൻ്റെ ഒരു കുറച്ചുകൂടി ഇഫക്റ്റീവായ ഒരു വേർഷൻ ഞാൻ ഇതിനിടയ്ക്ക് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് US ഒരു പേറ്റന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ നടക്കുന്നു. പിന്നെ ഈ പേറ്റന്റിനെ നമ്മൾ ഈ കോമ്പോസിഷനെ ഇന്റർനാഷണലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പേറ്റന്റ് കോപ്പറേഷൻ ട്രീറ്റി വഴി. മൈക്രോ പ്ലാസ്റ്റിക് മലിനീകരണം മനുഷ്യാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഉയർത്തുന്ന ഗുരുതരമായ വെല്ലുവിളികൾക്ക് ശാസ്ത്രീയമായ പരിഹാരമെന്ന നിലയിൽ ഈ ഗവേഷണം വിലയിരുത്തപ്പെടുന്നു. ഈ കണ്ടുപിടുത്തത്തിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചതിലൂടെ LC സേവ്യറുടെ ഗവേഷണ മികവിനും ശാസ്ത്ര രംഗത്തേക്കുള്ള വിലപ്പെട്ട സംഭാവനയ്ക്കും ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. LC സേവ്യറുടെ ഈ നേട്ടം ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രചോദനമാകുമെന്നതാണ് പ്രതീക്ഷ. അടിമാലി 200 ഏക്കർ സ്വദേശിനിയാണ് LC. എയർ ഇന്ത്യയിൽ എഞ്ചിനീയറായ മുനിയറ പുതുശ്ശേരി സോയി അഗസ്റ്റിനാണ് ഭർത്താവ്. സിറ്റി വിഷൻ അടിമാലി. 130 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ വണ്ടൻമേട് പോലീസിന്റെ പിടിയിലായി. പുളിയന്മല സ്കൂൾമേട് കാരക്കാട്ടിൽ വിനീഷ്, സരസ്വതി വിലാസം രാജേഷ് P എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്ത് ലഹരി മരുന്ന് ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി വണ്ടൻമേട് പോലീസ് പുളിയന്മല ഹേമക്കടവ് ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടയിൽ പ്രതികൾ 130 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചിരിക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് വണ്ടൻമേട് സബ് ഇൻസ്പെക്ടർ ബിനോയ് എബ്രഹാം, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷിജോമോൻ KT, സിവിൽ പോലീസ് ഓഫീസർമാരായ CB CK, സ്റ്റെനിൻ R എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ആനയിറങ്ങൽ ശങ്കരപാണ്ഡ്യൻ മെട്ടിനു സമീപം വീട് കത്തിനശിച്ചു. ശങ്കരപാണ്ഡ്യൻ മെട്ട് സ്വദേശി ദേവപാലിന്റെ വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. രാവിലെ 11-നാണ് വീട്ടിൽ തീ പടർന്നത്. ഈ സമയം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല.
ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വീടിനകത്തെ വീട്ടുപകരണങ്ങളും പൂർണ്ണമായി കത്തിനശിച്ചു. വീടിനോട് ചേർന്നുള്ള ദേവപാലിന്റെ പലചരക്ക് കടയിലെ സാധനങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തീയണച്ചത്. മൂന്നാർ, രാജാക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയെങ്കിലും ഇടുങ്ങിയ വഴിയിലൂടെ ഫയർ എഞ്ചിനുകൾക്ക് ഇവിടേക്ക് വരാൻ സാധിച്ചില്ല. ചെറിയൊരു ഇടവേള, വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. രാജാക്കാടിൽ ആതുര സേവന രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പ്രവർത്തന മികവുമായി മുന്നേറുന്ന കൃപ മെഡിക്കൽസ് മലയോര ജനതയുടെ മികച്ച ആരോഗ്യ പരിപാലനത്തിനായി സമർപ്പിക്കുന്നു കൃപ മെഡിക്കൽ സെന്റർ രാജാക്കാട്. കൃത്യതയോടെയുള്ള രോഗനിർണയത്തിനും മികച്ച ചികിത്സയ്ക്കും വേണ്ടി വിദഗ്ധരായ ഡോക്ടർമാരെയും ഹൈടെക് മെഷീനറികളും മികച്ച നഴ്സിംഗ് ആൻഡ് ടെക്നീഷ്യന്മാരെയും ഉൾപ്പെടുത്തി കുറഞ്ഞ സമയത്തിനുള്ളിൽ രോഗനിർണയവും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നു. കൂടാതെ 12 മണിക്കൂർ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കി നഴ്സിംഗ് സർവീസോടെ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി ഹെൽത്ത് കെയർ സെന്റർ, ഡോക്ടേഴ്സ് ക്ലിനിക്, പേഷ്യന്റ് കെയറിംഗ്, പേഷ്യന്റ് മോണിറ്ററിംഗ്, നഴ്സിംഗ് സർവീസസ്, പേഷ്യന്റ് ഒബ്സർവേഷൻ യൂണിറ്റ്, പാലിയേറ്റീവ് കെയറിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാവിധ ആരോഗ്യ പരിപാലന സൗകര്യങ്ങളും ലഭ്യമാണ്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. കൂടാതെ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിംഗ്. രാജാക്കാട്ടിലെ നമ്പർ 1 ഹെൽത്ത് പ്രൊവൈഡർ കൃപ മെഡിക്കൽ സെന്റർ. ഡയറക്ട് കെയർ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡോക്ടേഴ്സ് ക്ലിനിക്, ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ആൻഡ് പേഷ്യന്റ് ഫ്രണ്ട്ലി ഫാർമസി. കൃപ മെഡിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, സെൻട്രൽ ജംഗ്ഷൻ ആൻഡ് മാർക്കറ്റ് റോഡ്, രാജാക്കാട്. The number 1 health provider, കൃപ മെഡിക്കൽ സെന്റർ. We create better health. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ഓഫീസ് നെടുങ്കണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കേ കവലയിൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. ഓഫീസിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. MLA ഓഫീസിന്റെ പ്രവർത്തനം 24 മണിക്കൂറും മണ്ഡലം നിവാസികൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനം MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് 25 വർഷങ്ങൾക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയകാഹളം മുഴക്കി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സേനാപതി വേണുവിന്റെ ഓഫീസിന്റെ പ്രവർത്തനം ഇന്നു മുതൽക്ക് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ സകലമാന ജനവിഭാഗങ്ങളുടെയും നാനാവിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വിവിധ സർക്കാരുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഈ നാടിന്റെ വികസനപരമായ യാഥാർത്ഥ്യങ്ങൾ അത് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ എല്ലാവരോടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ള പൊതുപ്രവർത്തന മേഖലയിലെ ഉദാത്തമായിട്ടുള്ള മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ പ്രവർത്തനം ഇനി മുതൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഭദ്രദീപം തെളിയിക്കൽ മണ്ഡലത്തിൽ UDFന് ഏറ്റവും അധികം ലീഡ് നേടിയ ബൂത്തായ 105 നമ്പർ ബൂത്തിന്റെ പ്രസിഡന്റ് CJ തോമസ് നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി പൊതുജനങ്ങൾക്ക് ഏതു സമയവും ഓഫീസുമായി ബന്ധപ്പെടാമെന്ന് MLAയും വ്യക്തമാക്കി.
ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് ആവശ്യവും ഒരു MLA-യുമായി ബന്ധപ്പെട്ടുള്ള ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് കടന്നു വരാം. കക്ഷി രാഷ്ട്രീയവും മറ്റ് വിഭാഗീയതയോ ചിന്താഗതികളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും, കാരണം ഇതൊരു പബ്ലിക് ഓഫീസാണ്, MLA-യുടെ ഓഫീസിൽ എല്ലാവർക്കും കടന്നു വരാം. യോഗത്തിൽ തോമസ് രാജൻ, ബെന്നി തുണ്ടത്തിൽ, MJ കുര്യൻ, CS യശോധരൻ, MB ജോസ, മുകേഷ് മോഹനൻ, കിങ്ങിണി രാജേന്ദ്രൻ, ഷിഹാബ് ഈട്ടിക്കൽ, KR രാമചന്ദ്രൻ, ശ്യാമള വിശ്വനാഥൻ, മിനി ടോമി തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തും ശാന്തൻപാറ കൃഷി വിജ്ഞാൻ കേന്ദ്രവും സ്പൈസസ് ബോർഡും സംയുക്തമായാണ് ഏലം കർഷകർക്കായി സെമിനാർ സംഘടിപ്പിച്ചത്. തങ്കമണി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അടുത്ത സാമ്പത്തിക വർഷം പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകിച്ച് ജീവാണു വളങ്ങൾക്ക് അത് വിതരണ ഘട്ടങ്ങളിലേക്ക് എത്തിക്കുവാനും സബ്സിഡി നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പഞ്ചായത്തിനെ പറ്റി കടക്കുവാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന നിലയിലേക്കുള്ള പ്രവർത്തനം ഈ ഭരണസമിതിയുടെ ഭാഗത്തുണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. വൈസ് പ്രസിഡന്റ് ഷൈനി മാവേലിൽ അധ്യക്ഷത വഹിച്ചു. സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും വിള ഇൻഷുറൻസിനെ പറ്റിയും സ്പൈസസ് ബോർഡ് ഉദ്യോഗസ്ഥരായ അന്ന ജോയി, അമലു ജോയി എന്നിവരും ജീവാണു വളങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും അമിത രാസവള പ്രയോഗം, കാലാവസ്ഥാ വ്യതിയാനം മൂലം മണ്ണിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഘടനമാറ്റത്തെക്കുറിച്ചും KVKയിലെ സയന്റിസ്റ്റുമാരായ പ്രീതു K പോൾ, ഗീതു M എന്നിവരും കർഷകർക്കായി ക്ലാസുകൾ നയിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി കാട്ടുപാലം, മഹേഷ് മാത്യു, വത്സമ ശശികുമാർ, അഡ്വക്കേറ്റ് ഷെബിൻ തോമസ്, ഓമന ശിവൻകുട്ടി, സോണിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സെമിനാറിൽ പങ്കെടുത്ത കർഷകർക്ക് ജീവാണു വളങ്ങളായ വാം ജൈവവളങ്ങളും വിതരണം ചെയ്തു. സിറ്റി വിഷൻ, ഇടുക്കി. ലഹരിക്കെതിരായ സർക്കാരിന്റെ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൂഫാൻ ജാഗരൻ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഉടുമ്പൻചോല MLA സേനാപതി വേണു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ, കേരള പോലീസും ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലും സംയുക്തമായാണ് ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൻ കൂട്ടയോട്ടം ചേറ്റുകുഴി ടൗണിൽ നിന്നും സ്കൂളിലേക്ക് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി ഫ്ലാഷ് മോബും സ്കിറ്റും വിദ്യാർത്ഥികൾ ടൗണിൽ അവതരിപ്പിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി അധ്യക്ഷത വഹിച്ച പരിപാടി ഉടുമ്പൻചോല MLA അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തെ ലഹരിയായി കാണുക, വായനയെ ലഹരിയായി കാണുക, പഠനത്തെ ലഹരിയായി കാണുക. ആ ലഹരിയിലൂടെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. അതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഹാനികരം എന്ന് മാത്രമല്ല, അതിൽ നിന്നുണ്ടാകുന്ന വിപത്ത് അത് പിന്നീട് നമുക്കതിനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. MES ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റസാഖ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ്, കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VS വിനോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CS യശോധരൻ, ഉടുമ്പൻചോല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു KB, കമ്പംമറ്റ SHO രതീഷ് ഗോപാൽ, സ്കൂൾ പ്രധാനാധ്യാപിക മായ വസുന്ധര ദേവി, NSS പ്രോഗ്രാം ഓഫീസർ ഷൈൻ ജോസ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫ്ളാഗ് ഓഫിന് ശേഷം MLAയും ജനപ്രതിനിധികളും എക്സൈസ് പോലീസ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുപ്രവർത്തകരും കൂട്ടയോട്ടത്തിൽ പങ്കാളികളായി. സിറ്റി വിഷൻ, കുമളി. പാമ്പാടുംപാറ ആശാൻപടി അംഗൻവാടിക്കായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. അംഗൻവാടിക്കൊപ്പം മിനി കമ്മ്യൂണിറ്റി ഹാളും ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പാമ്പാടുംപാറ ദേവഗിരി ചെരുവിളയിൽ CD രാജൻ സൗജന്യമായി വിട്ടുകൊടുത്ത 5 സെന്റ് സ്ഥലത്താണ് ആശാൻപടി 75 നമ്പർ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം ഒരുങ്ങുന്നത്. നിർമ്മാണ ഉദ്ഘാടനം പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റൂബി ജോസഫ് നിർവഹിച്ചു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡില് ദേവഗിരി ഭാഗത്ത് അംഗൻവാടി കെട്ടിടം ഇല്ലാത്തതിനാൽ കുട്ടികൾ വാടക കെട്ടിടത്തിലാണ് ഇപ്പം അംഗൻവാടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ 3-ാം വാർഡ് മെമ്പറും കൂടിയായ തങ്കമ്മ രാജിൻ്റെ അഭ്യർത്ഥന പ്രകാരം നമ്മുടെ CT രാജു എന്നയാൾ സൗജന്യമായിട്ട് നമുക്ക് തന്ന സ്ഥലത്ത് ആണ് ഈ അംഗനവാടി നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. 25 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു അംഗനവാടിയുടെ പ്രവർത്തനം. 20 ലക്ഷം രൂപ മുതൽ മുടക്കിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നില മിനി കമ്മ്യൂണിറ്റി ഹാളായി ഉപയോഗിക്കുവാനും സാധിക്കും. അതിന് നമ്മളൊരു ഫണ്ട് വെച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും പിന്നെ വന്ന ഭരണസമിതി ഫണ്ട് കൊണ്ടുവന്നെങ്കിലും അത് നടക്കാതെ പോയി. വീണ്ടും നമ്മൾ ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മൾ 20 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഇപ്പോൾ സെൻ്ററുകൾ പണിയാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു.
അതോടൊപ്പം അത് 2 നില കെട്ടിടമാക്കിയാണ് നമ്മളത് പണിയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പൊതുജനങ്ങളുടെയും സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമ്മ രാജൻ, രാധാകൃഷ്ണപിള്ള, ഷാജി മരുതോലിൽ, വിഷ്ണു ശ്രീമന്ദിരം, ഉഷ സുധാകരൻ, ICDA സൂപ്പർവൈസർ ബിന്ദു, CT രാജു, ബിൻസി വട്ടോത്ത്, VP പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. BJP ഉടുമ്പൻചോല നിയോജക മണ്ഡലം പഠന ശിബിരത്തിന് തുടക്കമായി. മാൻകുത്തിമേട്ടിൽ നടക്കുന്ന പഠന ശിബിരം ഇന്ന് സമാപിക്കും. റബ്ബർ ബോർഡിന്റെ ചെയർമാൻ എൻഹരി പഠന ശിബിരം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രവർത്തനം മുതൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പഠന ശിബിരങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്നത്. എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും പ്രധാന ഭാരവാഹികളാണ് പഠന ശിബിരത്തിൽ പങ്കെടുക്കുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് അനീഷ് KP പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായത്. കേരളത്തിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ് നിലവിലുള്ളതെന്നും ഇരു മുന്നണികളും ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളുമായാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ആലപ്പുഴ മേഖലാ അധ്യക്ഷനും റബ്ബർ ബോർഡ് ചെയർമാനുമായ എൻഹരി പറഞ്ഞു. UDFന്റെ ഒരു തരംഗമാണ്, വേവാണെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ അന്തരീക്ഷത്തിലാണോ ഇന്ന് UDFന്റെ ഭരണം? ജനങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലാണോ? നമുക്കറിയാം, നമ്മുടെ അനുഭാവി വോട്ട് എന്ന് പറയുന്ന തരത്തിലുള്ള വോട്ടുകളൊക്കെ, അനുഭാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പൊതുസമൂഹം, ജനങ്ങള് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന രീതിയിൽ ആണോ ഈ വോട്ട്, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച, അല്ലെങ്കിൽ ഇവിടുന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച, ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇവിടുത്തെ UDFന്റെ ഇപ്പോഴത്തെ ഭരണം എന്ന് നമ്മൾ സ്വയം കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ, മധുവിധം കഴിഞ്ഞിട്ട് പോലുമില്ല. മണ്ഡലം പ്രസിഡന്റ് KP അനീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ K കുമാർ, രതീഷ് വരകമല, ജില്ലാ സെക്രട്ടറി സജി വട്ടപ്പാറ, മണ്ഡലം ജനറൽ സെക്രട്ടറി VS സജിമോൻ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മനോജ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പഠന ക്ലാസുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സിറ്റി വിഷൻ ഉടുമ്പൻചോല. നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണ്ണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ, വെള്ളി ഗ്രാമിന് 240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. NH85 നേരിമംഗലം മുതൽ വാളർ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവ്. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു നിർമ്മാണം നിർത്തിവെച്ചത്. വനം വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി MM മണി. ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുമെന്നും പോലീസും ഫോറസ്റ്റും തങ്ങൾക്ക് പുല്ലാണെന്നും MM മണി. വനം വകുപ്പിന്റെ കർഷകദ്രോഹ നടപടികൾക്കെതിരെ കർഷക സംഘം നഗരംപാറ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ DTPC കെട്ടിടം വർഷങ്ങളായി കാട് കയറി നശിക്കുന്നു. സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നുവെന്ന പരാതിക്കൊപ്പം സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും ആവശ്യം. മൈക്രോ പ്ലാസ്റ്റിക്കിനെതിരെ നൂതന സംയുക്തം വികസിപ്പിച്ച അടിമാലി സ്വദേശിനിക്ക് പേറ്റന്റ്. ഡൽഹി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ LC സേവ്യറാണ് പ്ലാസ്റ്റിക് വിഘടനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധേയമായ ഗവേഷണത്തിന് ഇന്ത്യൻ പേറ്റന്റ് നേടിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.